ഹായ് എവരിവൺ. നമ്മളിന്ന് നിങ്ങളെല്ലാവരും എഴുതാൻ പോകുന്ന എക്സാമാണ് CPOയുടെ എക്സാം. അപ്പോൾ ആ CPOയുടെ എക്സാമിലേക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഏതാണ്? ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും ഡെഫിനിഷൻസ് പാർട്ടാണ് ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ. നമ്മൾ ഡെഫിനിഷൻസ് പാർട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ക്ലാസ് എടുക്കുന്നത് എൻ്റെ പേര് നയന എന്നാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഭാരതീയ ന്യായ സംഹിത ഈ പുതിയ നിയമമാണ്, 2023 ഈ നിയമം വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള പുതിയ നിയമമാണ്. ഓക്കെ, ഭാരതീയ ന്യായ സംഹിത. ഇതിൽ നമ്മൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പോർഷൻസിൽ ആദ്യത്തേതാണ് ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ്. ഡെഫിനിഷൻസ് പാർട്ടുണ്ട്. അടുത്തത് പണിഷ്മെൻറ്റിൻ്റെ പാർട്ടാണ്. പണിഷ്മെൻറ്റിൻ്റെ പാർട്ട് 4 തൊട്ട് 11 വരെ. അത് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടത് ജനറൽ എക്സെപ്ഷൻസ് ആണ്. 14 തൊട്ട് 44 വരെ ജനറൽ എക്സെപ്ഷൻസ് പോകും. ആഫ്റ്റർ ദാറ്റ് ഒഫൻസസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ്. അതും കഴിഞ്ഞാൽ ഒഫൻസ് എഗെയിൻസ്റ്റ് ബോഡി, ദെൻ ഒഫൻസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ഒഫൻസ് എഗെയിൻസ്റ്റ് പബ്ലിക് സർവൻസ്. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് പ്രധാനമായും കവർ ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഡെഫിനിഷൻ പാർട്ടുകളിലേക്കാണ് പോകുന്നത്. വിശദീകരണം എന്നുള്ളതാണ്. ഈ ആക്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ ആക്ടിൽ പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. ഈ വാക്കുകൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഏതൊരു നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ അതിനകത്ത് ആ നിയമത്തിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിനാണ് ഡെഫിനിഷൻ പാർട്ട് നമ്മൾ കൊടുക്കുന്നത്. ആ ഡെഫിനിഷൻ പാർട്ട് പ്രധാനമായിട്ടും നിങ്ങൾ ഏത് നിയമം നോക്കിക്കഴിഞ്ഞാലും സെക്ഷൻ 2 പ്രധാനമായിട്ടും വരുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് നമ്മൾ BNS വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഫിനിഷൻസിനെ എല്ലാം, നേരത്തെ അത് അങ്ങനെ ആയിരുന്നില്ല, ഡെഫിനിഷൻസിനെ എല്ലാം 2 എന്ന് പറയുന്ന സെക്ഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ നമ്മൾക്ക് ആദ്യം പഠിക്കാനുള്ള ഡെഫിനിഷൻ പാർട്ടാണ് ആരാണ് ഒരു ചൈൽഡ് എന്ന് പറയുന്നത്. ഈ നിയമത്തിൻ്റെ ഈ സംഹിതയിൽ ഉടനീളം നമ്മൾ എന്ത് കാണും? എന്താണ് ചൈൽഡിന് അഗെയിൻസ്റ്റുള്ള ഒഫൻസ് എന്താണ്, ആരാണ് ഒരു ചൈൽഡ് എന്ന് പ്രത്യേകമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഇനി അവിടെ എവിടെയെല്ലാം ചൈൽഡ് എന്ന് നിങ്ങൾ കാണുന്നോ, നിങ്ങൾ കേൾക്കുന്നോ, ആ ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ്? എനി പേഴ്സൺ ആണ്. ബിലോ ദി ഏജ് ഓഫ് 18 ആണ്. 18 താഴെയുള്ള ഏതൊരു വ്യക്തിയെയും പേഴ്സൺ ആണ്. കണ്ടോ, വ്യക്തി എന്നുള്ളത് പറയുമ്പോൾ അവിടെ ആണെന്ന് പറയുന്നില്ല, പെണ്ണെന്ന് പറയുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെയുള്ള അത് ഒന്നും പറയുന്നില്ല, പേഴ്സൺസ്. അപ്പോൾ നമ്മളെ കുഴപ്പിക്കാനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം, 16 താഴെയുള്ള പെൺകുട്ടികൾ, 18 താഴെയുള്ള ആൺകുട്ടികൾ, ഇവരാണോ ചൈൽഡ്? അല്ല. അതായത് 18 താഴെയുള്ള ആരുമായിക്കോട്ടെ, 18 താഴെയുള്ള ആരും, ഏത് വ്യക്തിയും. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കണം. ഹ്യൂമൻ ബീങ്സ്. അപ്പം പേഴ്സൺസ് ആണ്. പേഴ്സൺ, PERSON, പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കായ പെർസോണ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് വരുന്നത്. പെർസോണ. സോ ഈ പെർസോണ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ടുള്ളത്. പെർസോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു മാസ്കാണ്. ഒരു ലൈഫിൽ ഒരാൾ, അതായത് നമ്മൾ തന്നെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് പല തരത്തിലുള്ള സ്റ്റേജ് മീൻസ് പല റോളുകളാണ്. സോ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പെർഫോമൻസുകളെയാണ്, അതൊരു മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള മുഖങ്ങൾ, അതാണ് പെർസോണ എന്ന് പറയുന്നത്. ആ പെർസോണ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? പേഴ്സൺ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ BNSലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേഴ്സൺ അല്ലെങ്കിൽ ചൈൽഡ്. ഇവിടെ പെർസോണ എന്ന് ഞാൻ എടുത്ത് പറയാനുള്ള ഒരു കാര്യം വേറൊന്നുമല്ല. എവിടെയെങ്കിലും പേഴ്സൺ എന്ന് പറയുന്നൊരു കാര്യം കേൾക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ പേഴ്സണെ നമ്മൾ കണക്ട് ചെയ്യുന്നത് 18 താഴെയുള്ള ഏതൊരു വ്യക്തിയും, എനി പേഴ്സൺ, വ്യക്തിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതൊരു അത് മറന്നു പോരുത്. 2ന്റെ 3 പ്രത്യേകം പറയണം. 2ന്റെ 3. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കാം, എങ്ങനെയാണ്, ഏത് സെക്ഷൻസ് ആണ് എന്നുള്ളതാണ്. ദെൻ അടുത്തതാണ് 2ന്റെ 3 കണ്ടു കഴിഞ്ഞാൽ അടുത്തതാണ് കൗണ്ടർ ഫീറ്റ് എന്താണ് എന്നുള്ളതാണ്. കപടമായിട്ടുള്ള അനുകരണമാണ് കൗണ്ടർ ഫീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കപടമായിട്ട് അനുകരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഇവിടെ
BNS നമ്മൾ പഠിക്കുമ്പോൾ സംഹിത പഠിക്കുമ്പോഴത്തേക്കിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറ്റങ്ങളാണ്, എന്തൊക്കെ പ്രവൃത്തികൾ, എന്തൊക്കെ ആക്റ്റുകൾ, എന്തൊക്കെ ഒമിഷൻസ്. ആക്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രവൃത്തിയാണ്, ദെൻ ഒമിഷൻസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഇല്ലായ്മയാണ്. സോ എന്തൊക്കെ തരത്തിലുള്ള ആക്റ്റുകളും ഒമിഷൻസുമാണ് നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുള്ള, എന്താണ് ഒരു നാട്ടിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഒഫൻസ്, അതൊരു കുറ്റകൃത്യമാകും. സോ ഇവിടെ അടുത്തൊരു ചോദ്യമാണ് കൗണ്ടർ ഫീറ്റ് എന്താണ്. 2:4 ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതാണ് കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത്, കപടമായി അനുകരിക്കുക. ഇപ്പം ഒരു വ്യക്തി എനിക്കിഷ്ടം തോന്നിയ ഒരാളെ അനുകരിച്ചത് കൊണ്ട് അവിടെ കുറ്റമില്ല. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കപടമായിട്ട് ഞാൻ അനുകരിക്കുന്നത് എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ എന്ത് ചെയ്യാൻ, ചീറ്റ് ചെയ്യാനാണ്. അങ്ങനെ ചീറ്റ് ചെയ്യാൻ, അതായത് എൻ്റെ അറിവ് കൊണ്ടോ അതല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ടോ, എനിക്ക് മനസ്സിലായി എൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് ഓപ്പോസിറ്റ് എന്നല്ല, എൻ്റെ പ്രവൃത്തി മറ്റൊരാൾക്കോ മറ്റൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടികൾക്കോ നാശനഷ്ടങ്ങളോ അത് ഏത് രീതിയിലെങ്കിലും ഉള്ളതാണ്, എന്തുണ്ടാക്കും, ഒരു ചീറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ കപടമായി അനുകരിച്ചാൽ അത് കുറ്റകൃത്യമാണ്. സോ കൗണ്ടർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയും വ്യക്തികളാണത് ചെയ്യുന്നത്. കൗണ്ടർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുകയാണ്, ഹു കോസസ് ആണ്. അതായത് ഒരു പ്രോഡക്റ്റ്, ഒരു സംഗതി അതിനെ റിസംബിൾ ചെയ്യുകയാണ്. റിസംബിൾ അനദർ തിങ് ആണ്, ഒന്നിനെ പോലെയുള്ള മറ്റൊന്നുണ്ടാക്കുകയാണ്. അത് ഇപ്പോൾ ഒന്നിനെ പോലെയുള്ള മറ്റൊന്നുണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളിലേക്കും പോകണ്ട. ഇപ്പം നമ്മൾ തന്നെ കൗണ്ടർ ഫീറ്റഡ് എന്നായിട്ടുള്ള പെട്ടെന്ന് ഓർമ്മ വരുന്ന കൗണ്ടർ ഫീറ്റഡ് കോയിൻസ് ആണ്. കാശിന് അത്യാവശ്യമുണ്ട്, ഇപ്പം എന്ത് ചെയ്യാണ്, കള്ളനോട്ടടിക്കുകയാണ് ഒക്കെ അപ്പോൾ നിയമം മൂലം നിരോധിച്ച ഒരു കാര്യം അവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ റുപ്പീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ടർ ഫീറ്റ് ചെയ്തെടുക്കുന്നു. അതുപോലെ ഒന്നിനെ മറ്റൊന്നാക്കിയിട്ട് നമുക്കറിയാം അത് തെറ്റാണ്. അതുമൂലം വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ, വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവന് നഷ്ടമുണ്ടാകും എന്ന് നമ്മൾക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുകയാണെങ്കിൽ അതെന്തെന്ന് വിളിക്കാൻ പറ്റും, കൗണ്ടർ ഫീറ്റ് എന്ന് വിളിക്കാൻ പറ്റും. അതായത് അവിടെ ഒരു പ്രാക്ടീസ് ഓഫ് ഡിസെപ്ഷൻ ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം, പ്രാക്ടീസ് ഓഫ് ഡിസെപ്ഷൻ. ചീറ്റ് ചെയ്യുക, വേറെ ഒന്നുമില്ല. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസെപ്റ്റ് ചെയ്യുക, മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ചതിക്കുക എന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചതിക്കുക, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി അത്തരത്തിലൊരു നഷ്ടം മറ്റവനുണ്ടാക്കും എന്നുള്ള ബോധ്യത്തിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കപടമായി അനുകരിച്ചുണ്ടാക്കുന്നത് അത് ഒരു കുറ്റകൃത്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് കൗണ്ടർ ഫീറ്റ്. ഇനി അവിടെ ഒരു ചോദ്യമുണ്ട്, ഞാൻ കൗണ്ടർ ഫീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് സെയിം ആയിരിക്കണോ, സച്ച് സെയിം ആയിരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇപ്പോൾ നമ്മളൊരു പ്യൂമയുടെ ഒറിജിനൽ ബ്രാൻഡ് ആയിട്ടുള്ള പ്യൂമ ഷൂസ് സെയിം അങ്ങനെ തന്നെ ഇരിക്കണോ, ആ പൂച്ച ചാടി വരുന്ന സിമ്പലുള്ള ആ പ്രോഡക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കണം? വേണ്ട, അവിടെ ഇവിടെയൊക്കെ ചില മിസ്റ്റേക്സ് ഒക്കെ വരാം. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ സെയിം ആണ്. റിസംബ്ലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇത് എന്ന് നമ്മൾ പെട്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇവിടെ നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ആക്റ്റിലേക്ക് വരുമ്പോൾ, ഈ ആക്ടിൻ്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോഴത്തേക്കിന് സച്ച് സെയിം ആയിരിക്കണമെന്നൊന്നുമില്ല. ഒരു അനുമതിയുള്ള, ഇല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്മേൽ റൈറ്റഡ് ഉള്ള പേഴ്സൻ്റെ കൺസെൻ്റ് ഇല്ലാതെ, ഒരു വ്യക്തിയുടെ കൺസെൻ്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് നമ്മൾ അയാളുടെ അയാളുടെ അനുമതിയില്ലാതെ നമ്മൾ ഈ സംഗതിയെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് സെയിം ആയിരിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, അതൊരു കുറ്റകൃത്യമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ തരത്തിൽ കപടമായി അനുകരിച്ച്, രണ്ടാമത് പറയുന്ന ഇതാണ്, കപടമായി അനുകരിച്ച് നിങ്ങൾ എന്തുണ്ടാക്കി, ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി. അത് പ്രോഡക്റ്റ് ആകാം, അത് ഇനി വാല്യുബിൾ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റുകളെന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം എന്നില്ല. ഇത് അതൊരു പ്രവൃത്തിയാണെങ്കിലും ആകാം കേട്ടോ, ഒരു വസ്തു തന്നെ ഉണ്ടാക്കണമെന്നില്ല. എൻ്റെ ഒരു പ്രവൃത്തി ആയാലും മതി. ഞാൻ അറിഞ്ഞു വെച്ചുകൊണ്ട്, ഇപ്പോൾ പറയുകയാണ്, അറിഞ്ഞു വെച്ചുകൊണ്ട് വേറൊരാൾക്ക് എന്തുണ്ടാക്കുകയാണ്, അയാളുടെ കയ്യിലിരിക്കുന്നതോ അയാളെ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ എക്സാക്റ്റ് സാധനം വേണ്ട എന്ന് പറഞ്ഞു. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപ്രകാരം മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ. അപ്പം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല,
പക്ഷെ അറിയാതെയാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് എന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിവില്ലായിരുന്നു കോടതി, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനൊരു സംഗതി. അപ്പം നമ്മൾ തുടക്കത്തിലെ പറയുന്നത് എന്താണ്, കൗണ്ടർ ഫീറ്റിലെ എപ്പോഴും നോളജ് വേണം, ഇൻറ്റൻഷൻ വേണം. ക്രൈമുകൾക്കെല്ലാം അങ്ങനെ അത് അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ്, മറിച്ച് ഇവന് എന്തില്ല, നോളജ് ഉണ്ടായിരുന്നില്ല, ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല, അറിവ് മറ്റൊരാളെ ചതിക്കണം എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുന്നത് വരെ ഞാൻ ആ കുറ്റം എന്ത് ചെയ്തതായിട്ട് കണക്കാക്കും, കുറ്റം ഞാൻ ചെയ്തതായിട്ട് തന്നെ കണക്കാക്കുള്ളൂ, ചാർജ് അങ്ങനെ തന്നെ എഴുതി വെക്കും. ഓക്കെ, അങ്ങനെ തന്നെ ചാർജ് നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതും. പിന്നെ എന്ത് ചെയ്യണം, നമ്മളത് പ്രൂവ് ചെയ്തെടുക്കണം. സോ കൗണ്ടർ ഫീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്താണ് കപടമായി അനുകരിക്കുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കപടമായ അനുകരണം എന്ന് പറയുന്നത് എക്സാക്ട് സെയിം തിങ് തന്നെ ആകണമെന്നില്ല, വേരിയേഷൻസ് ഉണ്ടാകാം, നോ പ്രോബ്ലം. അടുത്തത് മറിച്ച് പ്രൂവ് ചെയ്യുന്നത് വരെ, മറിച്ച് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരാളെ ചതിക്കണമെന്നോ അവിടെ ഡിസെപ്ഷൻ നടത്തണമെന്നോ ഇൻറ്റൻഷൻ ഇല്ലായിരിക്കുന്നിടത്തോളം കാലം അത് ഞാൻ പ്രൂവ് ചെയ്യുന്നത് വരെ എങ്ങനെയായിരിക്കും ആ കുറ്റം ഞാൻ ചെയ്തതായിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ടതാണ് ഡോക്യുമെൻ്റ്. ഡോക്യുമെൻ്റ് എന്താണ്, രേഖകളാണ്. അടുത്ത പാർട്ടിലേക്ക് ചെല്ലുമ്പോൾ മൂന്നാമത് പഠിക്കുന്ന ഡെഫിനിഷനാണ് ഡോക്യുമെൻ്റ് എന്ന് വിളിക്കുന്നത്. 2:8 2 Clause 8 രേഖകളെ കുറിച്ച് പറയുന്നത്. എന്താണ് രേഖകൾ? രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ ഈ പറയുന്നത് അത് ഡിജിറ്റലായിട്ടുള്ളതോ ഇലക്ട്രോണിക് ആയിട്ടുള്ളതോ, അതായത് ഒരു കോടതിയുടെ എവിഡൻസിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതോ, ഇല്ലെങ്കിൽ അങ്ങനെ എന്താണ് കോടതിയുടെ തെളിവ് കോടതിയുടെ ആവശ്യത്തിലേക്ക് വേണ്ടി, കോടതി എല്ലാ കാര്യങ്ങളൊന്നും തെളിവുകളായിട്ട് സ്വീകരിക്കത്തില്ല. സോ അങ്ങനെ സ്വീകരിക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റുകളോ, അത് ഇലക്ട്രോണിക് ആകാം, ഡിജിറ്റൽ ആകാം. ഇനി ഈ പറയുന്ന ശരി, അത് നമുക്ക് മനസ്സിലായി, കോടതി തെളിവായി സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. എന്താണ് രേഖ? രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രേഖ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ആ രേഖ എന്ന് പറയത്തില്ലേ, അതേപോലെ അത് ചിലപ്പോൾ ലെറ്ററുകളായിരിക്കാം, എഴുത്തുകളായിരിക്കാം, ഫിഗറുകളായിരിക്കാം, ലെറ്ററുകളായിരിക്കാം, അക്ഷരങ്ങളായിരിക്കാം, അക്കങ്ങളായിരിക്കാം. ഈ അക്ഷരങ്ങളോ അക്കങ്ങളോ മാർക്കുകളോ ആയിരിക്കാം, എന്തെങ്കിലും അടയാളങ്ങളോ ആയിരിക്കാം. ഈ അടയാളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അക്ഷരങ്ങൾ തന്നെ ആയിരിക്കണമെന്നില്ല, അക്കങ്ങൾ തന്നെയും ആയിരിക്കണമെന്നില്ല, അടയാളങ്ങൾ തന്നെയും ആയിരിക്കണമെന്നില്ല. ഇതെല്ലാം കൂടെ ചേരുന്നതോ ഇത് ഏതെങ്കിലും ഒന്നായിട്ടുള്ളതോ ആകാം. അപ്പോൾ എന്താണ് ഇത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് അപ്പോൺ എനി സബ്സ്റ്റൻസ് എന്നുള്ളതാണ്. അത് നമ്മൾ മറ്റൊരു പദാർത്ഥത്തിന് മുകളിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുകയോ എന്താണ് വിശദീകരിച്ച് വെക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ളതാണ്. ഇപ്പം ഞാനൊരു ഒരു ഹാർഡായിട്ടുള്ള ഒരു അലൂമിനിയം വേണ്ട, നമുക്കൊരു ഇരുമ്പിൻ്റെ അയൺ പ്ലേറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കാർവ് ചെയ്ത് വെക്കുന്നു, ഇല്ലെങ്കിൽ കട്ടിയുള്ള മറ്റേതെങ്കിലും ഒരു സബ്സ്റ്റൻസിനകത്ത് ഞാൻ എഴുതി വെക്കുന്നു. എഴുതുക എന്നുള്ളതിനെക്കാട്ടിലും ഞാൻ അതിനകത്ത് കൊത്തി വെക്കുന്നു എന്ന് വിചാരിക്കുക. അതെന്തായിരിക്കുക, അതൊരു രേഖയാണ്, അതൊരു തെളിവാണ്. നമ്മൾക്ക് ഒരു ഇൻസിഡൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാമെങ്കിൽ അത് രേഖയാണ്. അപ്പോൾ ഇവിടെ രേഖ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്മേൽ, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്മേൽ, ആ സബ്സ്റ്റൻസിന്മേൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കണം, ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുന്നതോ ഇതെന്താണ്, അതല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് വെക്കുന്നതോ ആണ്. അതൊരു എഴുത്താകാം, അതല്ലെങ്കിൽ അക്കങ്ങളാകാം, അക്ഷരങ്ങളാകാം, അടയാളങ്ങളാകാം. ഈ വക വസ്തുക്കൾ ഒരു കോടതി തെളിവായി സ്വീകരിക്കുന്നതോ അതല്ലെങ്കിൽ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് അല്ലെങ്കിൽ ഓർ എന്നുള്ളതാണ്. വേണമെങ്കിൽ ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. ഇതെല്ലാം എന്തായിട്ട് വരും, ഒരു രേഖയായിട്ട് എടുക്കുമെന്നുള്ളതാണ്. രേഖ എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റൊരു ചോദ്യം അവിടെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഞാൻ എന്ത് സബ്സ്റ്റൻസിൻ്റെ മുകളിൽ എഴുതി, ഞാൻ പേപ്പറിനകത്ത് എഴുതിയാലേ രേഖയാവുകയുള്ളൂ, അതല്ല എന്നുണ്ടെങ്കിൽ ഞാനത് എന്താണ് ഒരു ഇലക്ട്രോണിക് മീൻസിൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച റെക്കോർഡ് ആണ്, അത് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കാമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാം. കാരണം അതിനകത്ത് പറയുന്നുണ്ട് ഡിജിറ്റലി ഓർ ഇലക്ട്രോണിക്കലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ എഴുതുന്നതിനാണോ
പ്രത്യേകത? അതോ ഞാൻ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കുന്നതിനാണോ ഞാൻ എന്താണ് ഒരു ഡോക്യുമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. അടുത്ത പറയുന്ന ഇതാണ് എന്താണ്, ഏത് സബ്സ്റ്റൻസിൻ്റെ മുകളിലാണ് നിങ്ങളിത് എഴുതി വെച്ചത്, അടയാളപ്പെടുത്തി വെച്ചത്, മാർക്ക് ചെയ്ത് വെച്ചത് എന്നത് ഒരു പ്രത്യേകതയേ അല്ല. അതിനൊരു അത് ഇമ്മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പോൾ എനി സബ്സ്റ്റൻസ് യു ക്യാൻ റൈറ്റ് ഓർ മാർക്ക് ഓർ ഡിസ്ക്രൈബ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും അത് നമ്മൾക്ക് എന്തായിട്ട് കൊടുക്കാം? ഒരു തെളിവായിട്ട് കൊടുക്കാം. ഇനി അതിനൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചേർന്ന്, എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ചേർന്ന് ഞങ്ങളൊരു കോൺട്രാക്ട് എഴുതി തയ്യാറാക്കുകയാണ്. വെള്ള പേപ്പറിലാണ് ഞങ്ങൾ എഴുതിയത്. ആ വെള്ള പേപ്പറിൻ്റെ അവസാനം ഒപ്പിട്ടു. ഓക്കെ, ഇനി അതല്ല, ഞങ്ങൾ ഒരു 500 റുപ്പീസിൻ്റെ സ്റ്റാമ്പ് പേപ്പർ മേടിച്ചു, അതിലാണ് എഴുതി ഒപ്പിട്ടത്. അതെന്താണ്? അത് ആ പേപ്പറിൽ നമ്മൾ അക്കങ്ങളായിട്ട് അതിനകത്ത് അക്കങ്ങളും എഴുതും, അക്ഷരങ്ങളും എഴുതും. സോ ഇനി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാർക്കുകളോ എന്തൊക്കെ വേണമെങ്കിൽ അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ആ കോൺട്രാക്ട് എന്ന് പറയുന്നത് അതൊരു രേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ബാങ്കിൽ ഒരു ബാങ്കറിൻ്റെ ചെക്ക് നമ്മൾക്കെല്ലാം അറിയുന്ന കാര്യമാണല്ലോ. ചെക്ക് നമ്മൾ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ചെക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ അതും ഒരു ഡോക്യുമെൻ്റാണ്. ഇനി മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെക്ക് പറയാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാന്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിഡൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഒരു മാപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാനോ, ഓക്കെ, അതും എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? രേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു വെള്ള പേപ്പർ തന്നെ ഞാൻ പറയുന്നു. അതിനകത്ത് ചില ഇൻസ്ട്രക്ഷൻസ് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്, ചില നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാനും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ ഇനി അതല്ല, ഞങ്ങൾ 2 പേര് ചേർന്ന് ഇല്ലെങ്കിൽ 2 or 3 പേര് ചേർന്ന് ഒരു കമ്പനി ഫോം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. കമ്പനി ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾക്കവിടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഈ സംഗതികളൊക്കെ വേണം. അത് നമ്മൾ എഴുതി തയ്യാറാക്കുന്നു. അതിനകത്ത് കമ്പനി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്ന നിർദ്ദേശങ്ങളാണ്, ഡയറക്ഷൻസ് ആണ്. സോ ഇതെല്ലാം എന്തായിട്ട് പറയാവുന്നതാണ്? നമ്മൾക്ക് രേഖകളായി. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നതിന് ശേഷം എന്തും കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ വാക്കും കൂടി ഇലക്ട്രോണിക് റെക്കോർഡ് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ്, അപ്പോൾ 2000-ന് ശേഷമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രോണിക് റെക്കോർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇലക്ട്രോണിക് മീൻസിലുള്ള റെക്കോർഡുകളെ എന്തായിട്ട് പറഞ്ഞിരുന്നില്ല? തെളിവുകളായിട്ട്, രേഖകളായിട്ട്, ഡോക്യുമെൻസുകളായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതും നമ്മൾ അതിനകത്ത് പറയണം. ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന 2-8 പറയുന്ന ഡോക്യുമെൻറ്റ്സിനകത്ത് വ്യക്തമായിട്ട് അതും പറയുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് വിച്ച് ക്യാൻ ബി ഡിജിറ്റലി ഓർ ഇലക്ട്രോണിക്കലി. ഡിജിറ്റലായിട്ടുള്ളതും ഇലക്ട്രോണിക് ആയിട്ടുള്ളതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇനി അടുത്തത്, നിങ്ങൾ ഇതേ തരത്തിൽ ഒരു രേഖ ഉണ്ടാക്കി, അതൊരു കച്ചവട ആവശ്യത്തിനുണ്ടാക്കിയതാണ്, ഒരു മെർക്കൻറ്റൈൽ യൂസിനുണ്ടാക്കിയതാണെന്ന് വിചാരിക്കാം. ഒരു മെർക്കൻറ്റൈൽ യൂസിനാണെന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഡോക്യുമെൻ്റ്, ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയത് മെർക്കൻറ്റൈൽ യൂസിനാണ്. ഞാനൊരു വസ്തു വിൽക്കാനായിട്ടാണ് ഞാനും എൻ്റെ പാർട്ട്ണറും കൂടെ തമ്മിൽ ചേർന്ന് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. സെയിലാണ്, ഇല്ലെങ്കിൽ സെയിൽ മതിയോ? അല്ല, എക്സ്ചേഞ്ച് ആകാം, അതല്ലെങ്കിൽ ലീസ് കൊടുക്കാം. അങ്ങനെ ഒരു മെർക്കൻറ്റൈൽ യൂസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്, അത് ലെറ്റർ വഴി, ഫിഗറുകൾ വഴി, അതെല്ലാം അതിൽ ഈ പറയുന്ന ആ ഡോക്യുമെൻ്റ്, ഞാനും എക്സ് എന്ന് പറയുന്നൊരു പേഴ്സണും ഒരു വസ്തു കച്ചവടമാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന വസ്തു വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. ഇനി ഇതൊരു രേഖയായിട്ട് ഉപയോഗിക്കാമെന്ന്, ഡോക്യുമെൻ്റായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ലെങ്കിലും ആക്ച്വലി എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഡോക്യുമെൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഡോക്യുമെൻ്റ് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. നിങ്ങൾക്ക് ഇതിലുമേക്കും ഈ ആക്ടിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എന്തൊക്കെയാണ് ഡോക്യുമെൻ്റുകൾ? പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ്. അടുത്തതാണ് ഹാർബർ ചെയ്യുക. 2-13 പറയുന്നത് ഹാർബർ എന്ന് പറയുന്ന കാര്യം. ഹാർബർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
കുറ്റകൃത്യത്തിൽ നിന്ന് ഒളിച്ചു കിടക്കുന്ന ഒരാൾക്ക് എന്താണ്, ഒരു ശിക്ഷയിൽ നിന്ന് ഒളിച്ചു പോകുന്ന ഒരാൾക്ക് എന്ത് കൊടുക്കുക? ആശ്രയം കൊടുക്കുക. ചുരുക്കി പറഞ്ഞ ഒരുത്തനെ ഒളിപ്പിച്ച് വെക്കുക. അതാണ്. ചുമ്മാതെ ഒരാളെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ? ഒരു കുറ്റമില്ല. പക്ഷേ ഇവൻ എങ്ങനെയാണ്, അതായത് ടു ഇവേഡ് അപ്രിഹെൻഷൻ എന്നുള്ളതാണ്. ഇവേഡ് ചെയ്യുക. എവിടെ നിന്നാണ് അവൻ ഒളിച്ച് ഓടിപ്പോകുന്നത്? ഒരു നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിന്നോ അതല്ലെങ്കിൽ അവൻ എഗെയിൻസ്റ്റായിട്ട് ഒരു കുറ്റമുണ്ട്, ആ കുറ്റത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ഒളിച്ച് ഓടിപ്പോകുന്ന ഒരാളെ സംരക്ഷിക്കുകയാണെങ്കിൽ ആ സംരക്ഷണത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹാർബർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഒളിപ്പിച്ച് വെക്കുന്നത് മാത്രമല്ല. ഇപ്പോൾ കുറ്റകൃത്യം, ഒരു കൊലപാതകം ചെയ്തിട്ട് വന്ന ഒരാൾ, ഒരു കൊലപാതകി, ഓക്കെ, ആ ഒരാളെ ഞാൻ എൻ്റെ വീട്ടിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നത് മാത്രമാണോ ഹാർബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒളിപ്പിച്ച് വെക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ ഞാൻ അയാളെ എൻ്റെ വീട്ടിലല്ല അയാൾ ഒളിച്ചിരുന്നത്, മറ്റൊരിടത്താണ്. പക്ഷേ ആ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഇവന് ഞാൻ എന്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട്? അവന് ഞാൻ സപ്ലൈസ് കൊടുക്കുന്നുണ്ട്. സപ്ലൈ എന്ന് പറയുമ്പോൾ ഫുഡ്, ഡ്രിങ്ക്, മറ്റാവശ്യത്തിന്, ഫുഡിന് ആവശ്യമായിട്ടുള്ള, ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള മണി കൊടുക്കുന്നുണ്ട്, പണം കൊണ്ട് കൊടുക്കുന്നുണ്ട്, ആംസ് അതല്ലെങ്കിൽ ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്, ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, ദെൻ അമ്മ്യൂണിഷൻ, വെടിക്കോപ്പുകൾ. അപ്പം ഇവൻ എന്ത് തരത്തിലുള്ള, ഇനിയിപ്പോൾ അവൻ വന്നിരിക്കുന്നത് ഒരു കുറ്റം എന്ത് ചെയ്യാനാണ്? അവൻ അവിടെ ഇരുന്ന് വട്ടമേശ സമ്മേളനം നടത്തി ഒരു ഗൂഢാലോചനയ്ക്കാണ് അവൻ അവിടെ വന്നിരിക്കുന്നത്. ഗൂഢാലോചന നടത്തി ആ ക്രൈം അക്കംപ്ലിഷ് ചെയ്യാൻ, അത് നടത്താൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ വന്നിരിക്കുന്നത്. അവനോ അവൻ്റെ കുറച്ച് കൂട്ടുകാർ, അവനോ അവളോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ വ്യക്തി വന്നിരിക്കുമ്പോൾ അതിന് ആ ക്രൈം നടത്താൻ ആവശ്യമായിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ആ ക്രൈം നടത്താൻ ആംസ് കൊടുക്കുന്നു, അമ്മ്യൂണിഷൻ കൊടുക്കുന്നു. അതൊരു സ്റ്റേജ്. ഇനി അതല്ല, ക്രൈം നടത്തിയിട്ട് വന്നിരിക്കുന്നവനും ഞാൻ സപ്ലൈ ചെയ്യുകയാണ്. ആയുധങ്ങൾ കൊടുക്കാം, ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, വസ്ത്രങ്ങൾ, ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ, ധനം കൊടുക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ കുടിക്കാനുള്ളത് കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ എന്തിൻ്റെ പരിധിയിൽ വരും? ഹാർബറിങ് എന്ന് പറയും. ഒരാളെ ഞാൻ കൊണ്ടുവന്ന് അടച്ചു വെക്കുന്നതോ ഒളിച്ചു വെക്കുന്നതോ മാത്രമല്ല ഹാർബർ എന്ന് വിളിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്നത് ഇതെന്ത് ചെയ്യാണ്? ഒരു ശിക്ഷയിൽ നിന്നും ഇവേഡ് ചെയ്ത് വരുന്ന ഓരോരുത്തരും നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്താലും, അവനെ ഈ രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്താലും അതെല്ലാം ഹാർബർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തിലേക്ക്. അപ്പോൾ ഹാർബർ ഒരു കുറ്റമാണ്. ഈ സംഹിതയ്ക്കിൽ എവിടെയൊക്കെ ഹാർബർ എന്ന് പറയുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഈ അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇഞ്ചുറി ഉടനീളം ഈ സംഹിതയിൽ നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ ഉടനീളം കേൾക്കാൻ പോകുന്നൊരു വാക്കാണ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇഞ്ചുറി എന്ന് പറയുന്നത് ക്ഷതിയാണ്. ഒരാൾക്ക് സംഭവിക്കുന്ന എന്ത് തരത്തിലുള്ള ഒരു ക്ഷതി എന്ന് പറയുമ്പോൾ ഒരു നഷ്ടം സംഭവിക്കാം. ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവ് എന്ന് മാത്രമല്ല അതിനർത്ഥം. ഇതിൽ പറയുന്ന ഇഞ്ചുറി എന്ന് പറയുന്നത്, നമ്മൾ വാക്ക് കേൾക്കുമ്പോൾ ആദ്യം നമ്മൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരു മുറിവ് എന്നൊരു മീനിങ്ങാണ് തോന്നുന്നത്. പക്ഷേ ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാമാണ്. ഹാം എന്ന് പറഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു നഷ്ടമാകാം. ക്ഷതി എന്ന് നമ്മളതിനെ പറയും. ഈ നഷ്ടം എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ട് കോസ് ചെയ്യുന്നതാണ്. നിയമവിരുദ്ധമായിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എനിക്കിഷ്ടമില്ലാത്ത ഒരാൾക്ക് എഗെയിൻസ്റ്റായിട്ട് ഞാൻ സോഷ്യൽ മീഡിയകളിൽ അയാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കുറേ വാക്കുകൾ, കുറേ കാര്യങ്ങൾ എഴുതിയിടുകയാണ്. ഓക്കെ, അത് ഞാൻ 10 പേരെടുത്ത് പറയുക മാത്രമല്ല, ഞാനത് പോസ്റ്റും ചെയ്യുന്നു. സോ ഇയാൾക്ക് ശാരീരികമായിട്ട് എവിടെയെങ്കിലും മുറിവുണ്ടായിട്ടില്ല. അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് വന്നിട്ടില്ല. പക്ഷേ ആ മനുഷ്യൻ്റെ സൊസൈറ്റിയിലുള്ള റെപ്യൂട്ടേഷൻ എന്ത് പറ്റി? അപ്പോൾ അയാൾക്ക് സൊസൈറ്റിയിലുള്ള അയാളുടെ റെപ്യൂട്ടേഷന് അയാൾക്കൊരു ഇല്ലെങ്കിൽ അയാളുടെ പ്രശസ്തിക്കാണ് എന്ത് പറ്റുന്നത്? ഒരു ദോഷം സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന ഈ ക്ഷതി എന്ന് പറയുന്നത്, ഇഞ്ചുറി എന്ന് പറയുന്നത് എങ്ങനെയാണ് പോകുന്നത്? ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ബോഡിക്കോ മൈൻഡിനോ റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്കോ ഉണ്ടാക്കാവുന്നതാണ്. അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഒരാളുടെ പ്രോപ്പർട്ടിക്ക് നാശനഷ്ടം ഉണ്ടാകുന്നു, അടിച്ച് തല്ലിപ്പൊളിച്ച് കളയുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഇയാൾ ഈ പ്രോപ്പർട്ടി വിൽക്കാൻ പോവാണ്. ഈ വിൽക്കാൻ പോകുന്ന പ്രോപ്പർട്ടിക്ക് വാങ്ങാൻ വരുന്ന ആളുടെ അടുത്ത് ഞാൻ പറയാണ് അത് ഒട്ടും നല്ല പ്രോപ്പർട്ടി അല്ല, വളരെ മോശമായ പ്രോപ്പർട്ടിയാണ്, ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് ഈ വരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഓടിച്ചു വിടുകയാണ്.
അപ്പോൾ ഇനി അതും അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ ഇയാൾക്ക് മാർക്കറ്റ് പ്രൈസിലും വളരെ കുറച്ച് താഴ്ന്ന പ്രൈസിൽ ഇത് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നതാണ്? അയാൾക്കല്ല, അയാളുടെ പ്രോപ്പർട്ടിക്കാണ് ഞാൻ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഇല്ലീഗലായിട്ടാണ്. അപ്പോൾ ഇല്ലീഗൽ മീൻസിൽ ഒരാൾക്ക് നമ്മളൊരു ക്ഷതി ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഉദ്ദേശങ്ങളുണ്ട്, പല രീതിയിലുള്ള ഉദ്ദേശങ്ങളുണ്ട്. മുറിവെന്ന് മാത്രം ഉദ്ദേശിക്കരുത്. ക്ഷതി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശരീരത്തിനാകാം, മനസ്സിനാകാം, റെപ്യൂട്ടേഷനാകാം, പ്രോപ്പർട്ടിക്കാകാം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മളിനി അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത്, അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് പബ്ലിക് സർവൻ്റ് ആണ്. ഈ പബ്ലിക് സർവൻ്റ് കൂടി പബ്ലിക് സർവൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ജസ്റ്റ് അതും കൂടി നമുക്കൊന്ന് പറഞ്ഞ് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. പബ്ലിക് സർവൻറ്റും കൂടി ആകുമ്പോഴത്തേക്കിന് 2-28 പറയുന്ന, അപ്പോൾ ഇപ്പോൾ ഇത്രയും പറയുന്ന ഡെഫിനിഷൻ ക്ലോസുകൾ നമ്മൾക്ക് എന്താവും, നമുക്ക് കംപ്ലീറ്റ് ആവും. ആരാണ് ഒരു പബ്ലിക് സർവൻറ്റ്? 2-28 പ്രധാനമായിട്ടും 11 കാര്യങ്ങളിലായിട്ട് പബ്ലിക് സർവൻറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ കാണുന്ന വാക്കാണ് പബ്ലിക് സർവൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു ആർമി, അതല്ലെങ്കിൽ നേവി, കരസേനയിലെ, നാവികസേനയിലെ കമ്മീഷൻഡായ ഉദ്യോഗസ്ഥന്മാർ, ജഡ്ജസ് ഓഫ് എ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ, കോടതികളിലെ ആ ജസ്റ്റിസ്, നീതിന്യായം നടപ്പിലാക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ഇനി അതല്ലെങ്കിൽ ഈ സർവേ നടത്താൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ഇലക്ഷൻ കമ്മീഷണർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പറയുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. സർവേ നടത്താൻ, ടാക്സ് പേ ചെയ്യാനായിട്ട് പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പാലിറ്റി മെമ്പർമാർ, ഈ പറയുന്ന വ്യക്തികളെല്ലാം തന്നെ ആരാണ്? പബ്ലിക് സർവൻ്റ് ആണ്. അതാണ് 2-28 പറയുന്നത്. പബ്ലിക് സർവൻ്റ് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഏരിയ തന്നെയാണ് പബ്ലിക് സർവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ പറയുന്നത് നമ്മളുടെ ആദ്യത്തെ പാർട്ടിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡെഫിനിഷൻ പാർട്ടിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. നമ്മൾ കണ്ട കാര്യങ്ങൾ, ചൈൽഡ് ആരാണെന്ന് കണ്ടു, കൗണ്ടർ ഫീറ്റ് എന്താണെന്ന് കണ്ടു, ഡോക്യുമെൻ്റ് എന്താണെന്ന് കണ്ടു, ഇഞ്ചുറി എന്താണെന്ന് കണ്ടു, പബ്ലിക് സർവൻ്റ് എന്താണെന്ന് കണ്ടു. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അതിൻ്റെ അടുത്ത ഏരിയ ആണ്. അടുത്ത ഏരിയ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന പോർഷനാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ബാലൻസ് നോക്കാം.